എന്റെ പൊന്നളിയോ, വേഗം ഇവിടുന്ന് രക്ഷപ്പെടണോളിയോ. ഓടിക്കോ. അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? വേഗം പിടിക്കാവേ. അളിയാ, എന്റെ പൊന്നളിയാ, ഇവിടുന്ന് വേഗം രക്ഷപ്പെടാൻ നോക്കളിയാ. നിക്കണോടെ. എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ എന്തിനാ എന്റെ പുറകെ? തവളെ പിടിക്കേ. ആ പിടിക്ക് പിടിക്ക്. പിടിച്ചു കഴിഞ്ഞ് വേഗം എന്നെ കൂടി വിവരം അറിയിച്ചേക്കണേ. എനിക്കും കുറച്ച് പേയ്മെന്റ് അവൻ തരാനുണ്ട്. എന്റെ പൊന്നു ചേട്ടന്മാരെ, എന്റെ പുറകെ ഓടിയിട്ട് ഒരു കാര്യമില്ല. കിട്ടിപ്പോയി. ബൈ ബൈ ബൈ. പിന്നെയും തുടങ്ങി ഓട്ടം. ഒന്ന് നിക്കളിയാ. എന്റെ പൊന്നളിയാ, നീ ഇപ്പൊ എവിടെയാണെന്ന് പറ. നിന്റെ ഈ ചാട്ടം ഒന്ന് നിർത്തിയാലേ എന്നെ കാണാൻ പറ്റൂ. അളിയാ, നീ എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നോ? നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും കാര്യങ്ങൾ ഒരുപോലെ ഇരിക്കണമെന്നില്ല. എന്റെ പൊന്നളിയാ, കക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിലേ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തു വെച്ചേക്കണം. അതെന്തെല്ലാം ആണാവോ? ഹായ് ആൻഡ് ബൈ ബൈ. ഇതിപ്പോ 3 കാര്യങ്ങളായാലും അളിയാ. എന്റെ അളിയാ, പറഞ്ഞു തീർക്കട്ടെ. തീർക്കാൻ ഇനിയും കാര്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. പറയട്ടെ. പറഞ്ഞോളൂ. ആദ്യം അളിയാ, എന്റെ പൊന്നളിയാ, വന്ന ജോലിയിൽ ശ്രദ്ധിക്കളിയാ. ഓ അളിയാ, നീ എനിക്ക് വാതിൽ പൊളിക്കാതെ വീട്ടിൽ കയറി എങ്ങനെ മോഷ്ടിക്കാന്നുള്ള വിദ്യ ഒന്ന് പറഞ്ഞു തന്നെ. അല്ലളിയാ, അത് നീ ജനൽ വഴിയല്ലേ കേറുന്നത്. അതിന് ബാങ്ക് ലോക്കറിന് ജനൽ ഉണ്ടാവില്ലല്ലോ അളിയാ. ദേ നോക്കിയാ, കന്യയുടെ വീട്ടിൽ നിന്ന് കക്കാൻ കയറേണ്ടതാ. ഒന്ന് ശ്രദ്ധിച്ചോളണേ എന്റെ പൊന്നളിയാ. നാളെ നിയമസഭാ അംഗങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് യോഗം ചേരാൻ പോവുകയാണ്. ദൈവമേ, ഇന്ന് ഉമാരന്റെ വീട്ടിൽ കക്കാൻ കയറുകയാണ്. അളിയാ, എന്റെ പൊന്നളിയാ, പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കൂടുതൽ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ നോക്കണം അളിയാ. അതിന് നമ്മൾ തീർച്ചയായും സൈലന്റ് ആയിരിക്കുമല്ലോ. പക്ഷെ നിന്റെ വായിന്നാണല്ലോ ഇടക്കിടക്ക് ഈ ഹായും ബായിയൊക്കെ വരുന്നത്. അത് മാത്രമായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വഴിക്ക് ഓടുവല്ലേ. ദാ പിന്നെയും പോയി. ദാ പോകുന്നു. കാറിന്റെ ടയർ പഞ്ചറായാൽ ഉടൻ തന്നെ അത് മാറ്റണം. യുവമാരുടെ ഈ പദ്ധതി എങ്ങനെയെങ്കിലും പൊളിക്കണം. ഒറ്റയ്ക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഹണിയും പണിയും എന്നെ സഹായിക്കാതിരിക്കില്ല. പറഞ്ഞോളൂ കന്നാ സാറേ. എന്റെ വീട്ടിൽ മോഷണം നടക്കാൻ പോവുകയാണ്. വേഗം പാർക്കിംഗ് ഏരിയയിലേക്ക് വാ. വരൂ. ഇന്നത്തെ കാലത്ത് മോഷണം വീടുകളിൽ പതിവാണ്. ദേ അത് കണ്ടോ, അവര് കള്ളന്മാരാണ്. അയ്യോ, എവിടെ പോയി? ദേ ഇപ്പൊ ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. എന്റെ പൊന്നളിയാ, നിനക്ക് സത്യം പോലും ചെയ്തു കൊടുക്കാൻ പറ്റില്ല കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തില്. ജസ്റ്റ് സെക്കൻഡുകൾക്കുള്ളിലല്ലേ ആളെ കാണാതാവുന്നത്. അതാ കള്ളനെ കിട്ടി. നമുക്ക് അവരുടെ പിറകെ പോകാം. അവരെ എങ്ങും കാണുന്നില്ലല്ലോ. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാനും നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. നിക്കേ, ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. അതെ, ഒരു മിനിറ്റ്. എന്നെ കളിയാക്കി ചിരിക്കുന്നോ? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. അത് നോക്ക്, അവിടെയുണ്ട്. എന്റെ പൊന്നളിയാ, ഇന്ന് കക്കാൻ കേറാൻ പറ്റിയ ദിവസമാണ് കേട്ടോ. അല്ല, ഇതെവിടെ പോയി? പിന്നെ മുങ്ങിയോ? ഇവിടെ ഉണ്ടായിരുന്നോ? ചാടി കളിക്കുവല്ലേ. എടാ, പിന്നെയും കാണാണ്ടായി. നിക്ക്, ഞാൻ GPS-ലൊന്ന് നോക്കട്ടെ. അടിപൊളി ഹണി. റൈറ്റിലോട്ട് തിരിക്കേ. ഇനി ലെഫ്റ്റിലോട്ട് പോട്ടെ. നേരെ വീണ്ടും റൈറ്റിലോട്ട്. ഇനി ലെഫ്റ്റ്. ഇനി നിർത്തിക്കോ. ഓക്കെ, ഇനി എവിടെയാന്ന് വെച്ചാ പൊക്കോ. അല്ല, നിങ്ങളുടെ ഈ നോട്ടം കണ്ടാല് ഞാൻ വീണ്ടും എന്തോ മണ്ടത്തരം കാണിച്ച പോലെ ഉണ്ടല്ലോ. പക്ഷെ എന്ത് മണ്ടത്തരാ കാണിച്ചു? മനസ്സിലായി. എന്റെ അമ്മ, ഞാനതൊക്കെ മറന്നു. സോസ് എടുക്കാൻ വിട്ടുപോയി. എന്നാ പിന്നെ വണ്ടി എടുക്കാൻ നോക്ക്. എന്റെ മോന്തി നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? അല്ല, ഇതെന്തോന്നാ? മാറ, മുമ്പിന്ന് മാറാ.
അളിയാ പൊന്നളിയാ, നീ അകത്തോട്ട് പോയിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് റോന്തി വിട്ടണേ. ആ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് കയറി കക്കുമ്പോഴുണ്ടല്ലോ അതിന്റെ ഒരു രസം ഒന്ന് വേറെ തന്നെയാ. അത് ശരി, ഇവൻ പിന്നെ മുങ്ങിയോ? ഇതിപ്പോ 3 കാര്യങ്ങളായല്ലോ അളിയാ. ഇത് കൊള്ളാലോ, ഇവിടെ എന്തോ പാർട്ടി നടക്കുക. അളിയാ പൊന്നളിയാ, നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം അളിയാ. എന്നാ പിന്നെ ഒരു സംശയമില്ലാതെ തുടങ്ങിക്കോ. ബൈ. അല്ല, ഇത് നമ്മുടെ മേയർ ഖന്ന സാറിന്റെ വീടല്ലേ? അതിനർത്ഥം ഖന്ന സാറേ, അവര് സാറിന്റെ വീട്ടിലോട്ടല്ല, മേയർ ഖന്ന സാറിന്റെ വീട്ടിലേക്കാ മോഷ്ടിക്കാൻ പോകുന്നത്. എന്നാ നമ്മൾ ഇവിടുന്ന് മോഷ്ടിക്കാൻ അനുവദിക്കാൻ പാടില്ല. നമുക്ക് പല വഴികളിലൂടെ പോവാം, എന്നിട്ട് അവരെ ശ്രദ്ധിക്കുകയും വേണം. ചേട്ടാ, സമയം എന്തായി? ആ കൊള്ളാലോ ഈ വാച്ച്. ഇത് ഞാൻ എടുക്കുവാണേ. ആ സ്പൂൺ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇനി തന്നേക്ക്. പിന്നെ ഈ നെക്ലസ് എനിക്ക് വല്ലാതെ ഇഷ്ടം, ഞാൻ ഇങ്ങ് എടുക്കുവാണേ. ആഹാ, നല്ല ശബ്ദം. അതും എനിക്ക് തന്നേക്കളയാ. ഇതെവിടെ പോയി? കണ്ടോളൂ എന്റെ കലാപരമായ കഴിവ്. ദേ പോയി മുകളിലേക്ക്, പിന്നെ ദേ വരുന്നു. താഴേക്ക് വന്നില്ലല്ലോ. എവിടെ പോയി? എവിടെ പോയി? ഹായ് ഹായ് ഹായ്. ഇന്ന് ഈ ഇരിക്കുന്ന ഈ ചെയ്യൂ എന്റേതാണ്. ഹായ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ്. അങ്ങനെ പശ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെ ഊരിക്കൊണ്ട് പോകുന്നു കാണട്ടെ. ഇത് കണ്ടോ, എന്റെ വാച്ച് കണ്ടോ? നല്ല സൂപ്പർ വാച്ചാ. കാണുന്നുണ്ടോ ഇല്ലയോ? ഇതില് രത്നങ്ങളുണ്ട്. ഈ വാച്ച് ഞാൻ സ്വന്തമാക്കിയേ അടങ്ങൂ. ഹേയ്, ഞാൻ പിടിച്ചു, ഞാൻ പിടിച്ചു. അയ്യോ എന്റെ തേടാ, എന്റെ നാക്കിന്ന് വീട് ചേർത്താ. ഇങ്ങോട്ട് വാടാ. നീ ഇത് എങ്ങോട്ടാ ഓടിക്കളിക്കുന്നത്? കൊച്ചളിയാ, ഇങ്ങോട്ട് വാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്റെ പൊന്നി ചേട്ടല് എന്നെ ഒന്ന് വെറുതെ എവിടെയാ വിടേട്ടാ. വന്നു? ദാ പോകുന്നു. ദാ പോകുന്നു. അല്ല, ദേ ഇപ്പൊ അവിടെ. അളിയാ എന്റെ പൊന്നളിയാ, വേഗം ഒന്ന് വിട്ടോളിയോ. ദാ ഇവിടെയുണ്ട്. ദേ ഇവിടെയുണ്ട്. എനിക്കൊന്നും അറിയില്ല, വേണമെങ്കിൽ തന്നെ പോയി നോക്ക്. ഓ, ഖന്നാജിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പാരീസിൽ നിന്ന് വരുത്തിയതാണ് ഈ നെക്ലസ്. അയ്യോ, എന്റെ ഫോൺ എവിടെ പോയി? എന്റെ പൊന്നളിയോ, വേഗം ഇവിടുന്ന് രക്ഷപ്പെടണോളിയോ. ഓടിക്കോ. അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? വേഗം പിടിക്കാൻ പറ്റേ. അളിയാ എന്റെ പൊന്നളിയാ, ഇവിടുന്ന് വേഗം രക്ഷപ്പെടാൻ നോക്കളിയാ. നിക്കണോടെ. എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ എന്തിനാ എന്റെ പുറകെ വരുന്നത്? അവൻ ഇതുവരെ എന്റെ കൈ പോലും കിട്ടിയിട്ടില്ല ആശാനെ. പിന്നെ എങ്ങനെയാ നിങ്ങളുടെ കൈ കിട്ടുന്നത്? പറയുന്നേ. മൂങ്ങകള് രാത്രി ഉറങ്ങാറില്ല എന്ന് പറയുന്നത് സത്യമാണോ? അങ്ങനെയല്ല, ചാറ്റുള്ളവന്മാര് മാത്രമേ രാത്രി ഉറങ്ങാത്തതായിട്ടുള്ളൂ. ബാക്കിയുള്ളവന്മാര് മൊത്തം വെട്ടിയിട്ട വാഴ പോലെ കിടന്ന് ഉറങ്ങുന്നേ. എല്ലാവരും വേഗം തവളെ പിടിക്കേ. ആ പിടിക്ക് പിടിച്ചു കഴിഞ്ഞ് വേഗം എന്നെ കൂടി വിവരം അറിയിച്ചേക്കണേ. എനിക്കും കുറച്ച് പേയ്മെന്റ് അവൻ തരാനുണ്ട്. എന്റെ പൊന്നു ചേട്ടന്മാരെ, എന്റെ പുറകെ ഓടിയിട്ട് ഒരു കാര്യമില്ല. കിട്ടിപ്പോയി. വേഗം ഓടി, നമുക്ക് അവനെ പിടിക്കണം. ദാ ഈ കയറ് വെച്ച് നമുക്ക് അവനെ പിടിക്കാൻ പറ്റും. ആ, പിടികിട്ടി. ചേട്ടന്മാരെ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്നെ കിട്ടാൻ പോകുന്നില്ല. ദേ കാണു ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. നീ അങ്ങനെ ഇപ്പൊ രക്ഷപ്പെടാൻ നോക്കണ്ട. നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കും, നോയിക്കോ. അതിനാ രക്ഷപ്പെട്ടില്ല, പിന്നെ എങ്ങനെ പിടിക്കാനാ? ദാ ഇവിടെയുണ്ട്. ഇല്ലില്ല, ഈ സ്റ്റാപ്ലർ കൊണ്ട് എങ്ങനെ പിടിക്കാനാ? അതിനെ പറ്റിയ ഒന്നും തന്നെ കാണുന്നില്ല. ഇത് പറ്റില്ല, ഇതും പറ്റില്ല, ഇതൊന്നും പോരാ. ഓ, ഇത് പശയാണല്ലോ. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ?
അയ്യോ എന്റെ കാല് കുടുങ്ങി, എനിക്കെന്താ ഓടാൻ പറ്റാത്തത്. കള്ളനെ പിടിച്ചു, കള്ളനെ പിടിച്ചു. ഇവിടെ ഉപകാരപ്പെടുന്ന ഒരു കുന്തവും ഇല്ലല്ലോ. ഹണി കള്ളനെ പിടിച്ചേ. ആ, ഞാൻ പിടിച്ചെന്നോ? അതെപ്പോഴാ? ആ ചെലപ്പോ പിടിച്ചു കാണും. ഞാനല്ലെങ്കിലും വേറെ ലെവലാ. ഏ? ഏ? ഹുയ്. അതെ അതെ, ഈ കള്ളനെ ഞാൻ തന്നെ പിടിച്ച നാട്ടുകാരെ. ഇതൊക്കെ എനിക്ക് വെറും നിസ്സാരമാ, അറിയോ? ഭയങ്കര ബുദ്ധിമാനാ. എന്നാ പിന്നെ എന്നെ കൂടി ഒന്ന് പിടിക്കുന്നേ. ഞാൻ ഇവന്റെ കൂടെ തന്നെ ഉള്ളതാ. എന്നെയും കൂടി ഒന്ന് പരിഗണിക്കേ. അതാവുമ്പോ ഞാനും ഇവന്റെ ഒപ്പം പത്രത്തിൽ വരും, ഫോട്ടോ സഹിതം. എന്താ ശരിയല്ലേ? ഇപ്പോഴാണ് മനസ്സിലായത് ഇവരെ മണ്ടന്മാർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഹണി ബണി സോർദാർ പോപ്പട്ട്, നന്ദിയുണ്ട്. നിങ്ങൾ കാരണമാണ് കള്ളൻ വേഗം പിടിയിലായത്. ഞാൻ ഇനി ഇവനെ ജയിലിലടയ്ക്കും. ഇവൻ അവിടെ കിടന്ന് ചാടിക്കോളും. എന്നാ പിന്നെ കാണാം കൂട്ടുകാരെ. ഇതാ പിടിച്ചോ, മോഷ്ടിച്ചെടുത്ത എല്ലാ സാധനങ്ങളും. ഇതെല്ലാം അവനെടുത്തതാ. ഹണി ബണി പോപ്പട്ട് സോർദാർ, വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഇന്ന് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അവൻ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകുമായിരുന്നു. നന്ദിയുണ്ട്. ഇവിടുത്തെ മേയർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കുള്ള പാരിതോഷികം വൈകാതെ തന്നെ ഞാൻ വാങ്ങി തരുന്നതാണ്. താങ്ക് യു മേയർ സാർ, താങ്ക് യു. മാത്രമല്ല ഇത് ഞങ്ങളുടെ കൂടെ നാടല്ലേ, പിന്നെ ഇത് ഞങ്ങളുടെ കടമയും. ഞങ്ങൾ അത് മാത്രമാണ് ചെയ്തത്.